ഇതിൽ പ്രോപ്പർ സൈറ്റേഷൻ അവിടെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാലാണ് അത് പ്ലേജിയറിസത്തിലോട്ട് മാറുന്നത്. അല്ലെങ്കിൽ തീസിസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ APA ഫോമാറ്റിലാണ്. APA ഫോമാറ്റ് എന്താ? അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പൊ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ UGC നെറ്റിലെ പേപ്പർ 1 തന്നെ റിസർച്ച് ആപ്റ്റിലുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. സോ ഈ ഏരിയാസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്നും വന്നിരിക്കുന്നത്. പക്ഷെ ഇത് ആക്ച്വലി നമ്മുടെ സിലബസിൽ കറക്റ്റ്ലി മെൻഷൻഡോ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അറിയാതെ പോകുന്ന ഒരു ഏരിയാസ് ആണ്. 3 ഏരിയാസ് ആണ് ഞാൻ പറയുന്നത് മെയിൻ ആയിട്ട്. അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മുടെ CC ലേണിംഗ് ആപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നമ്മുടെ പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് സ്റ്റോറിലൊക്കെ നമ്മുടെ ഈ ഒരു ആപ്പ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ, അവർക്ക് ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ്, ഡെയിലി ഫ്രീ ക്വിസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PDF, ദെൻ റാങ്ക് ആൻഡ് പെർഫോമൻസ് അനാലിസിസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആപ്പ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക, ഉപയോഗിച്ച് നോക്കുക. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ആദ്യത്തെ ഏരിയ ഞാനൊരു ക്വസ്റ്റ്യനിലൂടെയാണ് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. When two or more successive footnotes refer to the same work, which one of the following expressions is used? അതായത് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഇപ്പൊ സൈറ്റേഷനിലെ ഇപ്പൊ നമ്മൾ ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റിസർച്ച് ഇപ്പൊ ഞാനാണോ റിസർച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ പല രീതിയിലും പല ബുക്സും ഞാൻ റെഫർ ചെയ്യും. പല ജേർണൽസ് ആയിരിക്കാം, ആർട്ടിക്കിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ തീസിസ് ആയിരിക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റെഫർ ചെയ്യും അല്ലേ. ആ റെഫർ ചെയ്തതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും നമ്മൾ. അതായത് ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോഡ്സ് ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ റിസർച്ചിൽ ഉൾപ്പെടുത്താറുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എവിടെയാണ് തെറ്റ് വരുന്നത്? നമ്മൾ ആക്ച്വലി ആ ഉൾപ്പെടുത്തിയതിൽ പ്രോപ്പർ സൈറ്റേഷൻ അവിടെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാലാണ് അത് പ്ലേജിയറിസത്തിലോട്ട് മാറുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഒന്നാമത്തെ ഏരിയ ആണ് പ്ലേജിയറിസം. നിങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒന്നാമത്തെ ഏരിയ ആണ് ഈ പ്ലേജിയറിസം എന്ന് പറയുന്നത്. അത് നമ്മുടെ റിസർച്ച് എത്തിക്സിൽ വരുന്ന ഒരു കാര്യമാണ് ഈ പ്ലേജിയറിസം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ അതല്ല. അങ്ങനെ നമ്മൾ അവിടെ സൈറ്റേഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ആക്ച്വലി ഇപ്പൊ റിസർച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അത് വലിച്ചു വാരി ചെയ്യുന്ന ഒരു കാര്യമല്ല റിസർച്ച്. നമ്മൾ പരമാവധി എത്രത്തോളം നമ്മൾ ഷോർട്ട് ആക്കാൻ പറ്റുമോ അത്രയും ഷോർട്ട് ആക്കിയിട്ടാണ് ഒരു റിസർച്ച് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഒരുപാട് ഇങ്ങനെ വാരി വലിച്ച് എഴുതി പ്രസിദ്ധീകരിക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ റിസർച്ച്. അപ്പോ ഇവരിവിടെ പറയുന്നത് 2 or more successive footnotes refer to the same work. അതായത് ഒരേ വർക്കിലെ തന്നെ, അല്ലെങ്കിൽ ഒരേ ജേർണൽ ആയിക്കോട്ടെ, ഒരേ ആർട്ടിക്കിൾ ആയിക്കോട്ടെ, അങ്ങനെ ഒരേ വർക്കിലെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ റിസർച്ചിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏതാണ് ഈ താഴെ തന്നിരിക്കുന്ന സിമ്പിൾസിൽ ഏതാണ് ഏത് വേർഡ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇബിഡ് ആണോ, എറ്റാൽ ആണോ, ഓപ്സിറ്റ് ആണോ, ലോക്സിറ്റ് ആണോ? ഇതാണ് ഇവിടുത്തെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നോക്കിക്കേ, ഇവിടെ പറയുന്നുണ്ട് 2 or more successive footnotes ആണ്. സക്സസീവ് എന്ന് വെച്ചാല് അടുത്തടുത്ത് വരുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ നമ്മൾ വേറൊരു സ്മിത്തിന്റെ ഒരു വർക്കാണ് നമ്മൾ റെഫർ ചെയ്തതെന്ന് വിചാരിക്കുക. ആ സ്മിത്തിന്റെ വർക്കിലെ തന്നെ ഒന്നാമത്തെ ചെറിയൊരു പാരഗ്രാഫ് നമ്മൾ ആദ്യം നമ്മുടെ ഒരു പേജിൽ നമ്മൾ ഉൾപ്പെടുത്തി. ഇനി അതിന് താഴെ തന്നെ അടുത്ത പാരഗ്രാഫിൽ സെയിം വർക്ക്, അതിന്റെ ഇടയിൽ വേറെ വർക്കോ സൈറ്റേഷനോ ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പൊ അടുത്ത വർക്കായിട്ട് ആ സ്മിത്തിന്റെ തന്നെ ആ ബുക്കിൽ വേറെ പേജ് അവിടെ ഉൾപ്പെടുത്തി, അടുത്ത പാരഗ്രാഫ് ആയിട്ട് വേറെ ഉൾപ്പെടുത്തി. അങ്ങനെ 2 or more successive footnotes അടുത്തടുത്തായിട്ട് തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് എന്താന്നുള്ളതാണ്. അതിന് പറയുന്ന പേര് ആക്ച്വലി ഓപ്ഷൻ എ ഇബിഡ് ആണ്. എന്താണ്? ഓപ്ഷൻ എ ഇബിഡ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇബിഡ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇനി ഞാൻ ബാക്കി കൂടെ ജസ്റ്റ് പറയാം. അതായത് ഇപ്പൊ ഇത് ഞാൻ ജസ്റ്റ് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ വർക്ക് നമ്മൾ ഇങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുന്നത് വിചാരിക്കാം. ജസ്റ്റ് ഇങ്ങനെ പറയുവാണ് ഒരു പാരഗ്രാഫ്. അപ്പൊ ഇതില് സ്മിത്തിന്റെ വർക്ക് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്മിത്തിന്റെ വർക്ക് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് അടുത്ത പാരഗ്രാഫിൽ തന്നെ, ഇതിന്റെ ഇടയിൽ വേറെ ഒന്നുമില്ല, ഇനി അടുത്ത പാരഗ്രാഫില് അവിടെയും സ്മിത്തിന്റെ വർക്ക് തന്നെ അടുത്ത പേജ് ആയിട്ട് അവിടെ റെഫർ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ മെൻഷൻ ചെയ്യുന്ന സമയത്ത് സ്മിത്തിന്റെ ആ വർക്കിന്റെ പേര് എന്താണോ ആ വർക്കിന്റെ പേര് മൊത്തത്തിൽ നമ്മൾ എഴുതും. അതായത് ഓതറുടെ പേരും ആ വർക്കിന്റെ പേരൊക്കെ നമ്മൾ മൊത്തത്തിലാണ് അവിടെ എഴുതുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ അവിടെയും നമ്മൾ ആ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പകരം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നറിയോ, ജസ്റ്റ് ഇബിഡെന്ന് മാത്രം കൊടുത്താൽ മതി. ഇബിഡെന്ന് മാത്രം കൊടുക്കാം, ജസ്റ്റ് ഇബിഡെന്ന് മാത്രം കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ പേജ് നമ്പർ മാറുന്നു എന്ന് വിചാരിക്കാം. അതായത് ഇവിടെ സ്മിത്തിന്റെ നമ്മൾ ആദ്യം റെഫർ ചെയ്ത് 25ാമത്തെ പേജാണ്,
രണ്ടാമത് റെഫർ ചെയ്യുന്നത് 30ാമത്തെ പേജ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇബിഡ് 30 എന്നിങ്ങനെ കൊടുത്താൽ മതി. അതായത് അവിടെ പേജ് നമ്പർ മാറാം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, പേജ് നമ്പർ മാറാം. ആദ്യത്തെ നമ്മളിപ്പോ 25ാമത്തെ പേജ്, അതായത് സ്മിത്തിന്റെ ആ ഒരു ജേർണലിലെ 25ാമത്തെ പേജാണ് നമ്മൾ ആദ്യം നോക്കിയെന്ന് വിചാരിക്കുക. അടുത്തത് സെയിം വർക്കിലെ തൊട്ടടുത്തായിട്ട് തന്നെ സെയിം വർക്കില് അടുത്ത പേജ് നമ്പർ ആണെങ്കിൽ ജസ്റ്റ് ഇബിഡ് അടുത്ത പേജ്, അത് 30 ആണെങ്കിൽ 30 എന്ന് മാത്രം കൊടുത്താൽ മതി. ഇനി എന്താണ് ഓപ്സിറ്റും ലോക്സിറ്റും എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഓപ്സിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ ഇടയിൽ സ്മിത്തിന്റെ അല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഇടയിൽ ഇവിടെ സ്മിത്ത് അല്ല എന്ന് വിചാരിക്കുക. ഇടയിൽ നമ്മുടെ എന്താ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി, ഓക്കെ, വേറെ ഏതെങ്കിലും ഒരു വ്യക്തി റോബിൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, റോബിൻ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു റിസർച്ചറുടെ വർക്കാണ് നമ്മൾ റെഫർ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഇല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതാണത്. അപ്പൊ ഇവിടെ റോബിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ റിസർച്ച് ആണ് അവിടെ ആക്ച്വലി ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വീണ്ടും സ്മിത്തിന്റെ നമുക്ക് എടുക്കണം. ഓക്കെ, വീണ്ടും നമുക്ക് സ്മിത്തിന്റെ എടുക്കണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ഓപ്സിറ്റ് ആണ്. അതായത് ഇടയിൽ ഒരുപാട് സൈറ്റേഷൻസ് വരുന്നുണ്ട്, ഒന്ന് എന്നല്ല കേട്ടോ, വേറെ പേജ് നമ്പർ ഒക്കെ ആവാം. അപ്പൊ ഇടയിൽ ഒരുപാട് സൈറ്റേഷൻസ് വരുന്നുണ്ട്, എന്നിട്ട് വീണ്ടും നമ്മൾ ആ സ്മിത്തിന്റെ കാര്യം യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്നത് ഓപ്സിറ്റ് ആണ്. ഓക്കെ, ഓപ്സിറ്റ് ആണ്. അപ്പൊ ഓപ്സിറ്റ് എന്ന് പറയുമ്പോൾ വെറും ഓപ്സിറ്റ് കൊടുത്താൽ പോരാ, ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഓതറുടെ പേര് സ്മിത്ത്, ഓപ്സിറ്റ്, ദെൻ ആ പേജ് നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഇബിഡ് എപ്പോഴാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ സക്സസീവ്, അതായത് ഒന്നാമത്തെ ഒരു സൈറ്റേഷൻ കഴിഞ്ഞു, പിന്നെ അടുത്ത സൈറ്റേഷനിൽ അതിനിടയിൽ വേറെ സൈറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെ സൈറ്റേഷൻസ് ഒന്നും ഇല്ലാതെ ഇടയിലൊന്നും കയറി വരാതെ ആദ്യം നമ്മൾ സ്മിത്തിന്റെ ചെയ്തു, ദെൻ അടുത്ത പാരഗ്രാഫിൽ വീണ്ടും സ്മിത്തിന്റെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അടുത്തത് ആ പേര് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇബിഡ് എന്ന് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഇനി അങ്ങനല്ല, ഇടയിൽ കുറെ സൈറ്റേഷൻസ് കയറി വന്നിട്ട് വീണ്ടും നമ്മൾ പഴയ ആ സ്മിത്തിന്റെ വർക്കിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ സ്മിത്തിന്റെ വർക്ക് വീണ്ടും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ആ ഓതറുടെ പേര് സ്മിത്ത് എന്ന് കൊടുക്കുന്നു, ദെൻ റിപ്പീറ്റേഷൻ ആണെന്ന് അറിയാനായിട്ട് ഓപ്സിറ്റ് എന്ന് കൊടുക്കുന്നു. ചിലപ്പോൾ പേജ് നമ്പർ സെയിം ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ അവിടെ പേജ് നമ്പറും കൂടെ കൊടുക്കുന്നു. ഇനി ലോക്സിറ്റ് എന്താന്ന് വെച്ചാല്, ലോക്സിറ്റും ഇതുപോലെ ഇടയിൽ കുറെ സൈറ്റേഷൻസും കാര്യങ്ങളൊക്കെ വരാം, എന്നിട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഇവിടെ പേജ് നമ്പർ മാറില്ല. അതായത് ലോക്സിറ്റിൽ നമ്മൾ ഒരിക്കലും പേജ് നമ്പർ എഴുതില്ല. ഇപ്പൊ ആദ്യം സ്മിത്തിന്റെ 25ാമത്തെ പേജാണ് ഉൾപ്പെടുത്തിയതെങ്കിൽ കുറെ സൈറ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതും സ്മിത്തിന്റെ 25ാമത്തെ തന്നെ പേജ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഓപ്സിറ്റ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, ലോക്സിറ്റ് എന്ന് കൊടുത്താൽ മതി. അതായത് സെയിം പേജ് നമ്പർ ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? ലോക്സിറ്റ് എന്നാണ് കൊടുക്കുന്നത്. ഇനി എറ്റാലും കൂടെ ഉണ്ട്. എറ്റാൽ എന്താ വെച്ചാൽ എക്സെട്ര എന്നുള്ളൊരു മീനിങ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു ജേർണൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജേർണലിൽ ചിലപ്പോൾ മെയിൻ ഓതർ ഉണ്ടാവാം, ആൻഡ് അവരുടെ കൂടെ തന്നെ കുറെ ഓതേഴ്സ് ഉണ്ടാവാം. അപ്പൊ നമ്മൾ ആദ്യം മെയിൻ ഓതർ ഉണ്ടല്ലോ, ആളുടെ പേര് മാത്രം, ഇപ്പൊ മെയിൻ ഓതർ സ്മിത്ത് ആണെങ്കിൽ സ്മിത്ത് എറ്റാൽ നോക്കിക്കേ, എറ്റാൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്മിത്തും സ്മിത്തിന്റെ കൂടെ കുറെ പേരുണ്ട് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. സോ ബാക്കി 3 എന്ന് പറയുമ്പോൾ നമ്മുടെ ആർട്ടിക്കിളോ അല്ലെങ്കിൽ ജേർണലിന്റെ പേജ് നമ്പറും കാര്യങ്ങളൊക്കെ സൈറ്റേഷൻ പ്രോപ്പർ ആയിട്ട് കൊടുക്കാനാണ്. എറ്റാൽ എന്ന് പറയുമ്പോൾ ഓതേഴ്സിന്റെ പേരാണ്, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഓതർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ കുറെ പേരുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കോമേറ്റ് നമ്മൾ റിസർച്ചിൽ എഴുതില്ല, പകരം മെയിൻ ഓതറിന്റെ കൂടെ തന്നെ എറ്റാൽ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, എറ്റാൽ എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിന്റെ ജസ്റ്റ് ഒരു ഫോമാറ്റ് മാത്രമേ നിങ്ങൾ പഠിക്കാനുള്ളൂ കേട്ടോ. പക്ഷെ ഇത് എന്തായാലും പഠിക്കണം. കാരണം ഇത് നമ്മൾ മെയിൻ ആയിട്ടും നമ്മൾ റിസർച്ചിൽ ഈ റെഫറൻസിന് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിസർച്ച് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ തീസിസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ APA ഫോമാറ്റിലാണ്. APA ഫോമാറ്റ് എന്താ? അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ അല്ലെ? APA ഫോമാറ്റ് 7th എഡിഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതില് മെയിൻ ആയിട്ടും എക്സാമിന് വരുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അതായത് 2 എഡിറ്റേഴ്സിന്റെ പേരും അവരുടെ ആ ഒരു ബുക്കിന്റെ പേരും തന്നാൽ നമ്മൾ APA സ്റ്റൈൽ അനുസരിച്ച് എങ്ങനെയാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റൻ ഉണ്ട്. ഇപ്പൊ ഇതിവിടെ എഡിറ്റേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ സാധാ ഒരു റിസർച്ചർ ആണെന്ന് വിചാരിക്കുക. ആ റിസർച്ചറുടെ പേരും അവിടെ ആർട്ടിക്കിളും ജേർണലും അതിന്റെ വോളിയം നമ്പറും പേജ് നമ്പറും എല്ലാം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത്? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. സോ ഇവിടെ ഞാൻ എഡിറ്റേഴ്സിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് അത് അറിയില്ല, ഇപ്പൊ APA സ്റ്റൈലിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, അല്ലെങ്കിൽ APA സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അതും കൂടെ പറഞ്ഞു തരാം. സോ അത് നോക്കിക്കേ,
which is the correct exemplar referencing style for a book with 2 editors instead of author. അപ്പൊ ഇവിടെ ഓതറിന് പകരം 2 editors ആണുള്ളത്. While citing a source in your research paper as per APA 7th edition. അപ്പൊ ഇതിൽ ആക്ച്വലി ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മെലൻജി ആർ ആൻഡ് കിൻകേറ്റ് സി. കണ്ടോ, അവിടെ എഡിറ്റേഴ്സ് ഉള്ളത് മെൻഷൻ ചെയ്യാനാണ് അവിടെ കൊടുക്കുന്നത്. ദെൻ ഇയർ കൊടുത്തു, ദെൻ ബർത്ത് ഓർഡർ ആൻഡ് പേഴ്സണാലിറ്റി, അവരുടെ ബുക്കിന്റെ പേര് കൊടുത്തു, ആൻഡ് ഡബിൾ ഡേ എന്നുള്ളത് പേര്. നോക്കിക്കേ, ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം, ആ ഒരു ഫോമാറ്റ് കാണിച്ചു തരാം. അതായത് ഇതുപോലെ ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഓതറിന് പകരം 2 എഡിറ്റേഴ്സ് ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാ കൊടുക്കേണ്ടത്? ആദ്യം എഡിറ്ററുടെ പേര് എഴുതുക, അവിടുത്തെ ചെറിയൊരു കുത്തിനും കോമയ്ക്കും വരെ അർത്ഥമുണ്ട് കേട്ടോ. അപ്പൊ ആ കുത്തും കോമയും അടക്കം നിങ്ങൾ ഈ കുത്തിടുന്നതിന് പകരം കോമ ഇട്ട് അവിടെ തെറ്റും. പിന്നെ നമ്മൾ എഴുതുമല്ല, അവർ ഓപ്ഷൻസ് തരുവാണ്. പക്ഷെ അവർ ഓപ്ഷൻസ് അങ്ങനെയാണ് തരുക. അതായത് ഓപ്ഷൻസ് എഴുതുന്ന സമയത്ത് നമുക്ക് 4ഉം സെയിം ആയി തോന്നും, പക്ഷെ ചെറിയൊരു കുത്തിലും കോമയിലും ആയിരിക്കും അവിടെ വ്യത്യാസം വരുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതായത് എഡിറ്റർ കഴിഞ്ഞ് കോമ, കണ്ടോ ആ ഫസ്റ്റ് എഡിറ്ററുടെ പേരുണ്ടല്ലോ. ഇപ്പൊ ഇവിടുത്തെ എഡിറ്ററുടെ പേര് എന്താ? മെലൻജി എന്നുള്ളതാണ് എഡിറ്ററുടെ പേര്. അപ്പൊ അങ്ങനെ എഡിറ്ററുടെ പേര് കോമ ഇനിഷ്യൽ ആണ്, ഇനിഷ്യൽ, ദെൻ ഡോട്ട് ഇട്ടിട്ട് കോമ, അതായത് ഫുൾ സ്റ്റോപ്പ് ആണ് അവിടെ. ആ ഡോട്ട് ഇട്ടിട്ട് കോമ, ആൻഡ് എന്ന് കൊടുക്കുന്നു. ആൻഡ് ഈ ഒരു സിമ്പിൾ ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് ആൻഡ് എന്ന് കൊടുക്കാം. ദെൻ അടുത്ത എഡിറ്റർ, 2 എഡിറ്റേഴ്സ് ആണല്ലോ, അപ്പൊ അടുത്ത എഡിറ്റർ, ദെൻ അവിടെ കുത്തില്ല, ജസ്റ്റ് അതായത് എഡിറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ കോമ ഇടുന്നു, കോമ ഇട്ട് കഴിഞ്ഞിട്ട് ആ ഇനിഷ്യൽ എഴുതുന്നു. ഇനിഷ്യൽ ഇട്ടിട്ട് കുത്താണ് ഇടുന്നത്, കാരണം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇല്ലല്ലോ, വീണ്ടും അടുത്തൊരു എഡിറ്റർ ഇല്ല. അപ്പൊ അവിടെ ഒരു കോമന്റ് ആവശ്യമില്ല, ജസ്റ്റ് കുത്തിടുന്നു. ദെൻ എഡിറ്റേഴ്സ് ഉള്ളത് EDS ഇട്ടിട്ട് ഉള്ളിലൊരു കുത്ത് വരുന്നുണ്ട്, പുറത്തൊരു കുത്ത് വരുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾ വിചാരിക്കും, പക്ഷെ എക്സാമിന് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, EDS ഇടുന്നു, ഉള്ളിലൊരു കുത്തിടുന്നു, ബ്രാക്കറ്റ് കഴിഞ്ഞിട്ടൊരു കുത്തിടുന്നു, ദെൻ ഇയർ അവിടെ ബ്രാക്കറ്റിൽ എഴുതുന്നു, അത് കഴിഞ്ഞൊരു കുത്തിടുന്നു, ദെൻ ടൈറ്റിൽ ഓഫ് ദ ബുക്ക് ഫുൾ സ്റ്റോപ്പ്, ദെൻ പബ്ലിഷർ. ഓക്കെ, ടൈറ്റിൽ ഓഫ് ദ ബുക്ക് കുത്ത്, ദെൻ പബ്ലിഷർ. സോ പബ്ലിഷറുടെ പേരാണ് ഇവിടെ ഡബിൾ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, ഡബിൾ ഡേ എന്ന് പറയുന്നത് ഈ ഒരു പബ്ലിഷറുടെ പേരാണ്. അപ്പൊ ഇതും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. So question നോക്കിക്കേ, a publication which has significant reproduction of content from a previously published article without proper reference or acknowledgement is, and we have 4 options നോക്കിക്കേ, a redundant publication, a plagiarism contained publication, an unnecessary publication, a manuscript of a publication. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്നുകൂടെ വായിക്കുന്ന സമയത്ത് a publication which has significant reproduction ആണ്, കണ്ടോ, അതായത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഒരു റിസർച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, എന്റെ ഡാറ്റയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുകയാണ്. അതായത് സെയിം സാധനം തന്നെ പബ്ലിഷ് ചെയ്യുകയാണ് വിത്തൗട്ട് എനി സൈറ്റേഷൻ ഓർ വിത്തൗട്ട് എനി റെഫറൻസ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് റിഡണ്ടന്റ് പബ്ലിക്കേഷൻ. ഓക്കെ, റിഡണ്ടന്റ് പബ്ലിക്കേഷൻ ആണ് അതിന് പറയുന്ന പേര്. ഇതും വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, ആൻഡ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. So publication which has significant reproduction of content from a previously published article without proper reference or citation ആണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഒരു റെഫറൻസോ അല്ലെങ്കിൽ സൈറ്റേഷനോ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല, കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതൊരു പ്ലേജറിസം ആയിട്ട് മാറും. പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതൊരു റിഡണ്ടന്റ് പബ്ലിക്കേഷൻ ആയിട്ട് മാറുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയും കൂടെ നന്നായിട്ട് തന്നെ പഠിക്കണം, കാരണം ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സോ പ്ലേജറിസം എന്നുള്ള ഭാഗം, ദെൻ റിസർച്ച് എത്തിക്സ് എന്നുള്ള ഭാഗം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം APA സ്റ്റൈല് അല്ലെ, APA 7th edition ആണ്. സോ ഈ ഒരു സ്റ്റൈല് നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നേരത്തെ പറഞ്ഞ ഈ ബിറ്റ്, അതുപോലെ എറ്റാൽ, ഓപ്സിറ്റ്, ലോക്സിറ്റ് എന്ന് പറഞ്ഞ നമ്മൾ സൈറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് അവിടെ ഷോർട്ട് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ APA സ്റ്റൈലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ UGC നമ്മുടെ നെറ്റ് എക്സാമിന്റെ റിസൾട്ട് ആണ്. അപ്പൊ ആക്ച്വലി ഇത് തന്നെയാണ് നമ്മളുടെ ഇവിടെ തെളിവ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കൂടെ ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നതും അവർക്ക് റിസൾട്ട് ഉണ്ടാവുന്നതും നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതിന്റെ റിസൾട്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് തന്നെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് ഇപ്പോൾ നമ്മുടെ UGC നെറ്റിന്റെ പുതിയൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഉന്നം വെച്ചത് കിട്ടിയില്ലേ? അപ്പൊ ഉന്നം വെച്ചത് കിട്ടിയില്ലേ? അപ്പൊ ഇനി എന്തായാലും കിട്ടുന്നാണ് പറയുന്നത് കേട്ടോ. സോ നെറ്റ് JRF വിക്ടറി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് സബ്ജക്ട്സ് നോക്കിക്കേ,
കൊമേഴ്സ് ഉണ്ട്, മലയാളം, മാനേജ്മെന്റ്, UGC നെറ്റ് പേപ്പർ 1, ദെൻ ഇംഗ്ലീഷ്, എക്കണോമിക്സ്, CSIR നെറ്റ് ഫിസിക്സ്. ഇത്രയും സബ്ജക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. 8086881144 ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതും ഒന്ന് കമന്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. So that's all from this session. Thank you. Download now. CC Learning app.